എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സീനൊക്കെ കട്ട് ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ റിലീസിന് എത്താൻ പോവാണ്. ആക്ച്വലി ഇത് ആദ്യമായിട്ടല്ല ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇതിനു മുൻപ് ഒരുപാട് സിനിമകൾക്ക് ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ PK, മെർസൽ, പത്താൻ, അങ്ങനെ ഒരുപാട്. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ സീനുകളാണ് കട്ട് ചെയ്തു പോയതെങ്കിൽ 2024 പുറത്തിറങ്ങിയ സന്തോഷ് എന്ന് പറയുന്ന സിനിമ ബാൻ ചെയ്യാനുണ്ടായത്. എന്തുകൊണ്ട്? കാരണം ഇന്ത്യൻ പോലീസ് സേനയിലെ സ്ത്രീ വിരുദ്ധതയും ഇസ്ലാമോഫോബിയും ജാതിയും അഴിമതിയുമായിരുന്നു ഈ ചിത്രത്തിൽ ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം കെയ്ൻസിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രം എത്തിയപ്പോൾ നമ്മളെല്ലാവരും അത് ആഘോഷിച്ചു. ബട്ട് കാൻസിൽ പ്രീമിയർ ചെയ്ത ഈ ചിത്രം ബാഫ്ത നോമിനേഷൻ, ഏഷ്യൻ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ട്രസ്, ബ്രിട്ടീഷ് ഇൻഡിപെൻഡന്റ് ഫിലിം ഫോർ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ഓൾസോ ഫിലിം, അതുപോലെ തന്നെ ബാഫ്ത അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെബ്യൂ ബൈ ബ്രിട്ടീഷ് റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായി. ഇംഗ്ലണ്ട്, ഇന്ത്യ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെയൊക്കെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച് ഈ ചിത്രം ബ്രിട്ടന്റെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രിയോടെയായിരുന്നു. 2024 പുറത്തിറങ്ങിയ ഈ ചിത്രം സന്ധ്യ സൂരി ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഭർത്താവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പോലീസ് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടി വന്ന നായികയും അവൾ അന്വേഷിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയുടെ മരണമാണ് ഈ കഥയുടെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. വളരെ സ്ലോ പേസിലാണ് ഈ കഥ പറയുന്നത്. ഷബാന ഗോസ്വാമിയാണ് ഇതിലെ ലീഡ് റോളായ സന്തോഷ് സൈനിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ നിരവധി രംഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുകയും എന്നാൽ ഇത് സിനിമയുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് സിനിമയുടെ ബ്രിട്ടനിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സ് ഇത് അംഗീകരിച്ചില്ല. ഈ സിനിമയിലെ ചിത്രങ്ങൾ കട്ട് ചെയ്യാനായിട്ട് അവർ വിസമ്മതിച്ചതോടെ ഈ ചിത്രത്തിന്റെ ഇന്ത്യയിലുള്ള പ്രദർശനാനുമതി നിഷേധിച്ചു. എന്നാൽ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിൽ വലിയ സ്വീകാര്യത ലഭിച്ച ഈ സിനിമ നമ്മുടെ ഓഡിയൻസിന് ഇപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ ഈ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഈ ചിത്രം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ സിനിമ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കണം.